ഹായ്, എൻ്റെ പേര് വിഘ്നേഷാണ്. അപ്പോൾ ഞാനിവിടെ ഫോറസ്റ്റ് ട്രേഡറാണ്. സാർ ഒന്ന് സ്വന്തം ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? ഞാൻ സാൻജോയ്, സ്ഥലം ട്രിവാൻഡ്രം ആണ്. ട്രിവാൻഡ്രം. എന്തായിരുന്നു സാൻജോയ് പ്രീവിയസ്ലി ചെയ്തിരുന്നത്? പ്രീവിയസ്ലി ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു, സെയിൽസിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട്. സെയിൽസിലായിരുന്നു. ട്രേഡിങ്ങിലോട്ട് എത്തിപ്പെട്ടത് നേരത്തെ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അടുത്ത് വേറൊരു പുള്ളി ഉണ്ടായി. പുള്ളി വേറൊരു ഫേമിലാണ്, ട്രേഡിംഗ് ഫേമിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. പുള്ളി വഴിയാണ് ഈ ഒരു എക്സ്പോഷർ കിട്ടിയത്. പുള്ളിക്ക് എന്താ പറയുക, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ടാർഗറ്റ് കാര്യങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തതായിരുന്നു വഴിത്തിരിവ്. ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ഒരുപാട് അടുത്ത് കണ്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ടെലിഗ്രാമിലായാലും എവിടെയായാലും കണ്ടിട്ടുണ്ട്. ഒത്തിരി പേര് എന്താ പറയുക, സ്ക്രീൻഷോട്ട് കണ്ടിട്ടാണ് വരിക. മെയിൻലി ഞാൻ എൻ്റെ ചുറ്റുപാട് അത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ട്രാപ്പിൽ ഇതുവരെ വീണിട്ടില്ല. വീഴാൻ എനിക്ക് താല്പര്യമില്ല. അതിനകത്ത് ഞാൻ കാണുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ക്വിക്ക് റിച്ച് എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കുന്നതിനുപരി നമ്മളിതിനൊരു പ്രൊഫഷനായിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 4 വർഷത്തെ എൻജിനീയറിങ് ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും നമ്മുടെ ഒരു വേറൊരു ഫേമിൽ നമ്മൾ വർക്ക് ചെയ്യും, ഇൻറ്റേൺഷിപ്പായിട്ട് വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വേറൊരിടത്ത് ജോലിക്കായിട്ട് കയറുന്നത്. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ സാലറിയെക്കുറിച്ച് അന്വേഷിക്കുക. അതുവരെ നമ്മളെല്ലാം ഒരു സ്ക്രാച്ചിങ്ങിലായിരിക്കും നിൽക്കുക. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് വന്ന് ഒരു 2 ആഴ്ച കെട്ടി അല്ലെങ്കിൽ ഒരു 3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ ലോങ് റൺ ഒരു 3 വർഷം നിയർലി, എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഒരു 3 വർഷം ഫസ്റ്റ് സ്ക്രാച്ചിങ് ആയിരിക്കും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ അതിൽ നിന്ന് പഠിച്ചു വന്നതിന് ശേഷം നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോവുക. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അവരുടെ മെൻ്റലി ഓക്കെ ആണ് എങ്കിൽ നമുക്ക് ഓപ്ഷൻ സെല്ലിങ് പോലുള്ളത് ചെയ്യാൻ പറ്റും. ബൈങ്ങിനാണെങ്കിൽ ഒരു 10,000. ഇപ്പം സെല്ലിംഗ് ആണ് നോക്കുകയാണെങ്കിൽ, ഇപ്പം അയൺ കോൺട്രൊക്കെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം 50K താഴെ മതിയാവും. 50K to 60K മതിയാവും. ബേസിക്കലി ഫസ്റ്റ് ഇതൊരു പാർട്ട് ടൈം ഒരു പ്രൊഫഷനായിട്ട് തന്നെ കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലെന്ന് പറയുമ്പോൾ പാർട്ട് ടൈം ജോലി നോക്കും. അതോടൊപ്പം ഫസ്റ്റ് ഇതൊന്ന് തെളിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഫുൾ ടൈം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതായത് വർക്കിനോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതൊന്നും ഒരു എഡ്ജ് കിട്ടിയ ശേഷം ഒരു ഫുൾ ടൈമിലേക്ക്. അതെ, ആ എഡ്ജ് കിട്ടിയതിന് ശേഷം മാത്രമേ ഫുൾ ടൈമിലോട്ട് പോകും. അല്ലെങ്കിൽ അത് ഇമോഷനെ ട്രിഗർ ചെയ്യും എന്നൊരു പോസിബിലിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ തീരുമാനിച്ചത്. ഞാൻ മില്യൺ ഡോട്ട്സിൽ വരാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒത്തിരി വാച്ച് ചെയ്യുന്നുണ്ടായി. മില്യൺ ഡോട്ട്സ് ഫസ്റ്റ് ഇവിടെ നിന്ന് സെയിൽസ് ടീം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായി. ഞാൻ തന്നെ മെസ്സേജ് അയച്ചത് ഇവിടെ നിന്ന് കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് അതിനൊരു എഡ്ജ് കിട്ടുന്നുണ്ടായില്ല. ഞാൻ യൂട്യൂബ് നോക്കിയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരു ബേസിക് ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടായി. അപ്പോൾ മില്യൺ ഡോട്ട്സ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വരുന്നത് ഇപ്പം 2 പേര്, ഇപ്പോൾ കെൻസാറായാലും മുസാമില്ലായാലും, അപ്പോൾ ഇവരുടെയൊക്കെ ഇൻസ്റ്റാ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. 2020 മുതലേ വാച്ച് ചെയ്തിട്ടാണ് ഇപ്പോഴാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എഡ്ജ് എന്ന് പറയുമ്പോൾ സെയിൽസ് ഇവിടെ നിന്ന് എനിക്ക് ആകെ 2 പ്രാവശ്യം എങ്ങാണ്ട് കോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സെയിൽ ക്ലോസ് ചെയ്യുകയല്ല ഇവിടെ ലക്ഷ്യം എന്നുള്ളൊരു തോട്ട് ഒന്നും മൈൻഡിൽ വന്നു. കാരണം ഞാൻ സെയിൽസ് ഫീൽഡിൽ നിൽക്കുന്നതാണ്. നമ്മൾ എത്ര പ്രാവശ്യം വിളിച്ചിട്ട് അവരെണ്ണം ക്ലോസ് ചെയ്യുക, അതൊന്ന്. പിന്നെ ട്രേഡേഴ്സ് ഒപ്പം ട്രേഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ഒരു എഡ്ജ്. കാരണം ആ ഒരു എക്സ്പോഷറിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വരാനായിട്ടുള്ള മെയിൻ റീസൺ. ആ ഒരു ട്രേഡിങ് ചെയ്യുന്നവരുടെ P&L ഇപ്പോൾ മുമ്പ് ഒരിടത്തുനിന്ന് ഇത് കിട്ടിയിട്ടുണ്ടായതാണ്. ഒരു 3 വർഷത്തെങ്കിലും ഗ്രീനായിട്ടുള്ള P&L ഉള്ളവരുടെ കൂടെ വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എഡ്ജിലേക്ക് എത്താനുള്ള ദൂരം നമുക്ക് കുറച്ചെടുക്കാം. ആ ടൈം മാത്രം സേവ് ചെയ്യാം. ആ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൊടുക്കുന്നതാണ് ഈ പേയ്മെൻറ്റ്, മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കത് ആ ഒരു ടൈമിന് നമുക്ക് ലിമിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എത്രയും വേഗം ആ എഡ്ജിൽ എത്തിക്കാൻ പറ്റും. അതിപ്പോൾ ട്രേഡേഴ്സിൻ്റെ കൂടെ ആകുമ്പോൾ അവരെന്താണോ ചെയ്യുന്നത്, അതിലൊരു എഡ്ജ് കണ്ടെത്തിയിട്ടുണ്ട്. ആ എഡ്ജ് നമുക്ക് ഷെയർ ചെയ്യും. പക്ഷെ നമ്മളെ ഒരു എന്താ പറയുക, ആ എഡ്ജ് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അത് കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത എൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു എഡ്ജ് കണ്ടെത്താനായിട്ട് ഈ ട്രേഡേഴ്സ് ആയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് എനിക്ക് ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു. ബ്രേക്ക് ഈവൻ എന്ന് പറയാം. ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഓപ്ഷൻ സെല്ലിംഗ് തന്നെയാണ് നേരെ ആ ഒരു ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, വീക്ക്ലി ആയതുകൊണ്ട്. സ്വിംഗ് ഓൾറെഡി പ്രൊഫൈൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സജസ്റ്റ് ചെയ്യും. പക്ഷേ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് അവർ ആദ്യം ഒരു 6 month എങ്കിലും അത് ഉള്ളിൽ നിന്നുള്ള ഒരു ട്രേഡിംഗ് എന്നുള്ള സാധനം ഉള്ളിൽ നിന്നുള്ളതാണോ അത് തിങ്ക് ചെയ്തിട്ട് മാത്രമേ മില്യൺ ഡോട്ട്സ് ചൂസ് ചെയ്യാവൂ. പിന്നെ ഫസ്റ്റ് കുറേ ബേസിക്സ് അവർ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ട് മില്യൺ ഡോട്ട്സിലേക്ക് വരിക. കാരണം ബേസിക് പഠിക്കാനല്ല ഇവിടെ വരാനുള്ളത്. ഇവിടുത്തെ ആ ഇമോഷൻ മാത്രം പിന്നീട് സെറ്റ് ആക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ടൈമുണ്ട്. എവിടെ നിന്ന് ബൈ എൻട്രി എടുക്കണം, എവിടെ നിന്ന് എക്സിറ്റ് എടുക്കണം, എക്സിറ്റ് എടുക്കുന്നതിൽ റിസ്ക് എത്ര മാനേജ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ എഡ്ജസ് ഉണ്ട്. അത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് മില്യൺ ഡോട്ട്സിൽ വരേണ്ടത്. അല്ലാണ്ട് ബേസിക് പഠിക്കാനായിട്ട് ബേസിക് അവർ പറഞ്ഞു തന്നാലും നമുക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടത്തില്ല. ആ ഒരു ഫുള്ളായിട്ട് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രേഡിങ്ങിലോട്ട് പോകാനായിട്ട് ഇങ്ങനൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബൈ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ സെല്ല് ചെയ്യാം എന്നുള്ള ആ ഒരു ഇതിലെങ്ങനെ പോകും. പകരം ആ ഒരു ഫുൾ കുറേ ഒരു ബേസിക്കൊക്കെ അറിയുക, ട്രേഡിങ് എന്താണെന്നറിയുക, എങ്ങനെ ഓപ്ഷൻസ് എന്താ, സ്റ്റോക്സ് എന്താ, ഇക്വിറ്റീസ് ഇതെങ്ങനെ ട്രേഡ് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് മില്യൺ ഡോട്ട്സിലോട്ട് വരിക. ആ ട്രേഡേഴ്സിനൊപ്പം അവരെന്താ ട്രേഡ് എടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്തുകൊണ്ട് അവർ ട്രേഡ് എടുത്തതെന്നുള്ള കാര്യം റീസൺ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തിയിട്ട് ആ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോഫിറ്റിലോട്ട് പോവുക. എങ്ങനെ നമുക്കവിടെ ലോസ് കുറയ്ക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അവിടെ ഇമോഷൻ വർക്ക് ചെയ്ത് കൂടുതൽ പോകുന്നത് അത് വേറെ. പക്ഷെ കറക്റ്റായിട്ട് ആ പറഞ്ഞിരുന്നത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് ഉറപ്പായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. എനിക്കത് കട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലോട്ടുള്ള സപ്പോർട്ട് ഇപ്പം എങ്ങനെയാണെന്നുള്ള കാര്യം അറിയില്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തേത് ട്രേഡേഴ്സിനായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ ഒരു മന്ത്ലി നമ്മുടെ ഒന്ന് അനലൈസ് ചെയ്യുന്നുണ്ടല്ലോ, എന്താണ് ഏതാണ് നമ്മുടെ P&L ഒന്ന് വെരിഫൈ ചെയ്യാൻ, നിൻ്റെ തെറ്റിതാണ്, ഇതൊന്ന് തിരുത്തി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് എഡ്ജിലോട്ട് എത്തിക്കാൻ പറ്റും. കാരണം മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതിൽ ആകെ വന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ ലോട്ട് സൈസ് കൂട്ടിയപ്പോൾ, ക്യാപിറ്റൽ കൂട്ടിയപ്പോൾ വന്നതായിരുന്നു. പക്ഷേ ആ തെറ്റ് മനസ്സിലാക്കാനായിട്ട് സ്വന്തമായിട്ട് മനസ്സിലാക്കിയില്ല. ഇവിടെ വന്നിട്ട് ആ ഒരു P&L ചെക്ക് ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത് ലോട്ട് സൈസ് കൂട്ടിയതാണ് ഇതിൻ്റെ മെയിൻ ഇഷ്യൂ. ഏതാണ്ട് ഒരുപാട് ട്രേഡ്, ഏതാണ്ട് 10-20 കൂടുതൽ ട്രേഡ് പ്രോഫിറ്റായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ലോസ് വന്നത് 3-4 ട്രേഡ് കൊണ്ട് മൊത്തം പോയിട്ടുണ്ട്. ക്യാപിറ്റലല്ല, വന്ന PL മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ അതവിടെ വെച്ച് കട്ട് ചെയ്തുവെങ്കിലും ആ ഒരു ഇത് ഇവിടെ നിന്ന് ക്ലിയർ ആക്കി വിടും മില്യൺ ഡോട്ട്സിൽ നിന്ന്. അപ്പം നമുക്ക് ആ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് ഒരു മെന്റേഴ്സ് ഒരു സപ്പോർട്ടായിട്ട് ചെയ്യുകയാണെന്നാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അതെ, മന്ത്ലി ഉള്ള ഒരു റിവ്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇവിടുന്ന് നമ്മുടെ അഡ്മിന്റെ ടീമുണ്ട്, കസ്റ്റമേഴ്സ് ഹാപ്പിനെസ് ടീമുണ്ട്. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് മന്ത്ലി ക്വാർട്ടർലി ഒക്കെ എങ്ങനെയുണ്ട് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരുടെ അടുത്ത് സംസാരിക്കാം. അതിനനുസരിച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കപ്പോൾ മെന്റേഴ്സിനെ കണക്ട് ആവും. നമുക്ക് ഇപ്പോൾ 4 months മെമ്പർഷിപ്പ് ഉണ്ടല്ലോ, ഈ 4 months പീരീഡിനകത്ത് തന്നെ കംപ്ലീറ്റ്ലി എല്ലാ സർവീസസും അവൈലബിൾ ആണ്. മെന്റേഴ്സിനെ അപ്പോയിന്റ്മെന്റ്സ് എടുത്തിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. കാരണം ഒബ്വിയസ്ലി വേറെ സ്റ്റുഡൻസും കമ്മ്യൂണിറ്റിയിലെ ക്ലാസ്സസ് ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരെ അപ്പോയിന്റ്മെന്റ് ബേസിൽ എന്തായാലും സാൻജോയിനെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള പെർമിഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇനി അഥവാ പെട്ടെന്ന് നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. കാരണം അവിടെ ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ട്രേഡേഴ്സിന്റെ കൂടെ ഇരുന്ന് ഒരുമിച്ച് നമ്മൾ ആ ട്രേഡ് ബ്ലോഗ്സ് ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ട്രേഡ് സെറ്റപ്സ് അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് ട്രേഡ്സിലേക്ക് പോയാൽ മതി. ഡിസ്കഷൻസ് പാനൽ ഉണ്ട്. കമ്മ്യൂണിറ്റി ആക്സസ് കിട്ടിയല്ലോ അല്ലേ? കമ്മ്യൂണിറ്റി ആക്സസ് കിട്ടി. അപ്പോൾ അവിടെ ഡിസ്കഷൻസ് പാനൽ ഉണ്ട്. അതേപോലെ തന്നെ ഡിഫറെന്റ് ചാനൽസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഡൗട്ട് ചാനലാണ് ഇപ്പോൾ ഡൗട്ട് എടുത്ത് ചോദിക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എല്ലാ ഈവനിങ്ങും PMS സെഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് PMSന് മാത്രമായിട്ടല്ല, നമ്മുടെ സ്റ്റുഡൻസിന് ആ ഒരു ദിവസം ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് കൺസിസ്റ്റന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് ഒരു വിത്തിൻ പറയുന്ന ഒരു 5-6 months കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി സോർട്ട് ആവാനുള്ള കാര്യങ്ങളും ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ്. അല്ല, ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യാൻ ആ ഒരു കോൺഫിഡൻറ്റ് ഉണ്ട്. അത് എന്താ പറയുക, ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള റീസൺ. ഇവിടെ നിന്ന് പോയി നാളെ തൊട്ടിനി അല്ല എന്നുള്ളതല്ല, നമ്മളതിലൊരു ഉറച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനീഷ്യൽ ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ടാണ്, പിന്നെ ഒരു ഭാവിയിൽ ഒരു ഫുൾ ടൈം ലെവലിൽ ചെയ്യാനാണ്.